Good afternoon, everyone. Good afternoon to all. Good afternoon, ma'am. Ma'am. Yeah, good afternoon. Okay. Yeah, എല്ലാവരും ആക്റ്റീവ് ആണോ? അങ്ങനെ ഗുണമാണോ എല്ലാവരും? എന്താണ് ഉഷാറില്ലാത്ത പോലെ? ഞങ്ങളുടെ ക്ലാസ് അറിയില്ലായിരുന്നു, ബുക്കൊക്കെ എടുക്കാൻ വേണ്ടി ഓടിയതാ. ഓട്ടായിരുന്നല്ലേ? എല്ലാവരും സെറ്റ് ആണോ? ബുക്കൊക്കെ എടുത്തോ? ഓക്കെ മാം. എല്ലായിടത്തും സെറ്റ് ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യൂട്ടോ. പ്രയാർ, ഡോക്ടർ ടുഡേ ആൻഡ് സൈനി. ഓക്കെ, ഞാൻ ചെയ്യാം മാം. പ്രയർ ആണേ. ഗുഡ് ആഫ്റ്റർനൂൺ മാം ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. He is my everything, He is my all, He is my everything, both great and small. He made this bed for me, made everything new. He is my everything, my Lord and King. God's love is so wonderful, God's love is so wonderful, oh wonderful love. He is my everything, He is my all, He is my everything, both great and small. Thank you, ma'am. Thank you all. Okay. Then, out of 3 or signing. Signing ഞാൻ ചെയ്യാം മാം. The child who concentrates is immensely happy. Montessori quote. Sign in by Maya. ഒരു പ്രത്യേക കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കുട്ടി, ഒരു എന്തോലാണോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുട്ടി അവന്റെ മനസ്സിൽ അളക്കാൻ പറ്റാത്ത വിധം ഹാപ്പി ആയിരിക്കും എന്നാണ് മോണ്ടിസോറി പറയുന്നത്. ഓക്കെ മാം. Okay, then sign in. ഞാൻ തന്നെ ചെയ്യാം. പറഞ്ഞോട്ടെ. Okay. Change is not an obstacle but opportunity to grow. മാറ്റം ഒരു തടസ്സമല്ല, മറിച്ച് വളരാനുള്ള അവസരമാണ്. സൈൻ ഇൻ ബൈ ജിഷാന. താങ്ക് യു മാം. Okay. So, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? ഇംഗ്ലീഷൊക്കെ എങ്ങനെയാണ്? ഓക്കെ ആണോ എല്ലാവർക്കും? കൺഫ്യൂഷൻസ് ഉണ്ടോ? പറയൂ, കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ആയിട്ട് പോകുന്നു മാം. ഇല്ല, എന്തൊന്നും പറയാതെ. റിഷാനി ഇല്ലേ ക്ലാസ്സില്? വന്നിട്ടില്ല മാം. കേറിയിട്ടുണ്ട് മിസ്സേ. എന്തോ കേറിയിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. കേട്ടിട്ടുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. ഞാനിപ്പോ കേറിയുള്ളൂ, കുറച്ച് തിരക്കായി പോയി. ആണോ? ഓക്കെ. അപ്പൊ പറയൂ, എല്ലാവരും പറയൂ, എന്താണ് ഇംഗ്ലീഷ് ഡൗട്ട് ആണോ? കൺഫ്യൂഷൻസ് ഉണ്ടോ? ക്ലിയർ ആണോ? എന്താണ്? ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നിങ്ങളൊന്നും പറയുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നമുക്കിതൊരു കാര്യം ചെയ്യാം. ചിലപ്പോ ഇനി ക്ലാസ് കിട്ടിയെന്ന് വരില്ല. സോ നമുക്ക് ഇപ്പോ മോഡലിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള അഥവാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മീൻസ് പോർഷൻസ് ഒന്ന് കവർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ, എക്സാമിന് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയുന്നില്ല, പക്ഷെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് നോട്ട് ചെയ്യും, അത് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് മോഡൽ എക്സാം എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. അല്ലാതെ ഞാൻ പറയാം എക്സാമിന് ഇമ്പോർട്ടന്റ് ആയ കുറച്ച് പോർഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, ക്ലിയർ? ഇന്ന് ക്ലാസ് അതായിരിക്കും. പോകും ഇനി നെക്സ്റ്റ് ക്ലാസ് ഒന്നും ചിലപ്പോൾ ടൈം കിട്ടിയെന്ന് വരില്ല. ബാക്കി എല്ലാ ടീച്ചേഴ്സിന്റെ പോർഷൻസ് എല്ലാം കവർ ചെയ്തു.
ഏറ്റവും ജിഷാമിസിന്റെ മാത്രമാണ് കുറച്ചുകൂടെ ഉള്ളത്. ചിലപ്പോൾ ജിഷാമിസിന് കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനി ക്ലാസ് കിട്ടുമോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഇത് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് മീൻസ് എവിടെ നിന്നൊക്കെയാണ് എന്തൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളതെന്ന് ഞാൻ പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നോട്ട് ചെയ്തോളൂ. ഫസ്റ്റ് നമ്മൾ പഠിച്ച നൗൺ ഉണ്ടല്ലോ, നൗണില് ഇപ്പോ നൗണിൽ തന്നെ നമ്മൾ പഠിച്ചത് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗണിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കളക്റ്റീവ് നൗൺ കളക്റ്റീവ് നൗൺ ആണ്. അതെങ്ങനെയൊക്കെ ഒരു മോഡൽ പറഞ്ഞുതരുമോ? അതായത് ഇപ്പോ മോഡല് ഇപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തിന് പ്ലൂരൽ ഫോം തരും. പ്ലൂരൽ ഫോം മീൻസ് ഓക്സാൺ. ഓക്സാൺ ഒരു പ്ലൂരൽ ഫോം തന്നു. പ്ലൂരൽ ഫോം ഓഫ് ഓക്സാൺ ഈസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് 4 ഓപ്ഷൻസ് വരും. ഏതെന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഓക്സിന്റെ അല്ലെങ്കിൽ സോറി പ്ലൂരൽ ഫോം ഓഫ് ഓക്സ്, ഓക്സിന്റെ പ്ലൂരൽ ഫോം ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ട് 4 ഓപ്ഷൻസ് വരും. ഓക്സാൺ, ഓക്സസ്, ഓക്സ് എന്നൊക്കെ പറഞ്ഞ 4 ഓപ്ഷൻസ് വരും. അതിൽ കറക്റ്റ് ഏതാണോ അത് നിങ്ങൾ ആൻസർ ചെയ്യാം. ക്ലിയർ? ഓക്കെ മാം. ഐഡി കിട്ടിയിട്ടില്ലേ ഇപ്പോ? ഓക്കെ, ഒന്നുകൂടെ പറയോ മിസ്സേ? അതായത് പ്ലൂരൽ ഫോം ഓഫ് ഓക്സ്, ഓക്സിന്റെ പ്ലൂരൽ ഫോം ഏതാണ്? അങ്ങനെ വിച്ച് എന്നൊന്നും ചോദിക്കില്ല കേട്ടോ. ഇങ്ങനെ എനിക്ക് ക്വസ്റ്റ്യൻ വരാം. പ്ലൂരൽ ഫോം ഓഫ് ഓക്സ് ഈസ്, ദെൻ 4 ഓപ്ഷൻസ് ABCD 4 ഓപ്ഷൻസ്. അതിൽ ചിലപ്പോൾ ഓക്സ് ഉണ്ടാകാം, ഓക്സസ് ഉണ്ടാകാം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള ഓക്സൺ ഉണ്ടാകാം, അല്ലെങ്കിൽ കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള ഓക്സൺ ഉണ്ടാകാം. നിങ്ങൾ ഏതാണ് ഐഡന്റിഫൈ ചെയ്ത് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ അത് നോട്ട് ചെയ്ത് എഴുതാം. ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സെറ്റ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ആണ്. ഇനി നെക്സ്റ്റ് കളക്റ്റീവ് നൗൺ എന്നല്ലേ പറഞ്ഞു? അതിലേക്ക് ഇതും നൗണിൽ പെടുന്നതാണ് കേട്ടോ, ആ ചാപ്റ്ററിൽ പെടുന്ന ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു. കളക്റ്റീവ് നൗണിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോ കളക്റ്റീവ് നൗണില് എക്സാമ്പിൾ ഏതാ പറയാം? ഇപ്പോ നമ്മുടെ ഗ്യാങ് കളക്റ്റീവ് ഇപ്പോ എന്താ? ഹെർഡ് ഓഫ് കൗസ്. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മള് ഏതെങ്കിലും ഒരു ഇപ്പൊ പ്ലൂരൽ ഫോം ചോദിച്ചില്ലേ, ഓക്സിന്റെ പ്ലൂരൽ ഫോം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ കളക്റ്റീവ് നൗണിൽ വേർഡ് വന്നിട്ട് അതിന്റെ കളക്റ്റീവ് നൗൺ ഏതാണ് എന്നായിരിക്കും ചോദിക്കാം. മനസ്സിലായോ? അതില് കളക്റ്റീവ് നൗൺ ഫാമിലി അങ്ങനെയൊക്കെയാണോ മിസ്? ടീം, ഫാമിലി. ഇപ്പോ ഐഡന്റിഫൈ the which ഷോപ്പ് സോറി ഷിപ്പിന്റെ കളക്റ്റീവ് നൗൺ ഏതാണെന്ന് ചോദിക്കും. ഐഡന്റിഫൈ which is the collective noun of ship. ഷിപ്പ് മനസ്സിലായോ? ഷീപ്പ് ഓർ ഷിപ്പ് എന്തെങ്കിലും ആവട്ടെ. ഒരു വേർഡ് തന്നു, എന്നിട്ട് അതിന്റെ അടിയിൽ ഓപ്ഷൻസ് ആണ്. അതില് പ്ലേറ്റ് ഉണ്ടാക്കാം, ഫ്ലോക്ക് ഉണ്ടാക്കാം, ബൾജ് ഉണ്ടാക്കാം, ബണ്ടിൽ ഉണ്ടാകാം. നിങ്ങൾ ഏത് ഐഡന്റിഫൈ ഏത് കറക്റ്റ് ആൻസർ ചെയ്തു? ഷിപ്പിന്റെ ഏതാണോ കളക്റ്റീവ് നൗൺ അത് എഴുതാം. മനസ്സിലായോ? അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ദെൻ അങ്ങനെ തന്നെ ഇപ്പോ ആബ്സ്ട്രാക്ട് നൗൺ, നൗണിൽ തന്നെ ഉള്ളതാണല്ലേ ആബ്സ്ട്രാക്ട് നൗൺ. അതില് ചിലപ്പോ ഇതുപോലെ തന്നെയാണ് which is identify the abstract noun എന്ന് ചിലപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഐഡന്റിഫൈ which is the abstract noun ചോദിച്ചിട്ട് നൗണിന്റെ കുറച്ച് എക്സാമ്പിൾസ്, അതായത് ബോയ്, കിങ്, ബ്യൂട്ടിഫുൾ, പിന്നെ എന്താണ് പെൻ എന്നൊക്കെ പറഞ്ഞ കുറച്ചൊക്കെ തരും. അതിൽ ആബ്സ്ട്രാക്ട് നൗൺ ഏതാണ് ഐഡന്റിഫൈ ചെയ്യാലോ. സിമ്പിൾ അല്ലേ? സിമ്പിൾ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അത് ഏതാണ് നൗൺ ഏതൊക്കെയാണ് അങ്ങനെ 4 ഓപ്ഷൻസ് തരും. അത് നിങ്ങൾ ഏതാണെന്ന് ആൻസർ ചെയ്യാം. അങ്ങനെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, കളക്റ്റീവ് നൗൺ നോട്ട് ചെയ്ത് വെക്കുക. നൗൺ ഒക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രം പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ പ്ലൂറൽ ഫോംസ്, പ്ലൂറൽ ഫോംസ് നോക്കി വെക്കാം. അതൊക്കെയാണ് മെയിൻ ആയിട്ട് എക്സാമിന് വരാം. ഓക്കെ, then moving on to the next chapter, pronoun. Pronoun ഏറ്റവും ഇമ്പോർട്ടന്റ് റിലേറ്റീവ് pronoun ആണ് കേട്ടോ.
റിലേറ്റീവ് പ്രോണൗൺ നോക്കാം, നന്നായിട്ട് നോക്കാം. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും വരും റിലേറ്റീവ് പ്രോണൗൺ. ഓക്കെ അല്ലേ? യാ. ഓക്കെ മിസ്. ദെൻ പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് റിഫ്ലെക്സീവ് എന്നും എംപാറ്റിക് എന്ന് പറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. റിഫ്ലെക്സീവ്, എംപാറ്റിക്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം വരും. ഓക്കെ, അതിപ്പോ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ചിലപ്പോ ഒരു സെന്റൻസ് വരും, എന്തെങ്കിലും ഒരു സെന്റൻസ്. ഇപ്പോ ഐ റിപ്പയർഡ് മൈസെൽഫ്, ഐ റിപ്പയർഡ് ബൈക്ക് മൈസെൽഫ് എന്ന് ഒരു സെന്റൻസ് എന്നിട്ട് ഐഡന്റിഫൈ വിച്ച് അണ്ടർലൈൻ ദ പാർട്ട്, ഐഡന്റിഫൈ ദ അണ്ടർലൈൻ പാർട്ട് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്നിട്ട് 4 ഓപ്ഷൻസ് വരും. ഏതൊക്കെയാണ്? ചിലപ്പോൾ അതിൽ പേഴ്സണൽ പ്രോണൗൺ ഉണ്ടാക്കാം, എംഫാറ്റിക് പ്രോണൗൺ, റിഫ്ലെക്സീവ് പ്രോണൗൺ, റിലേറ്റീവ് പ്രോണൗൺ, 4 ഓപ്ഷൻസ് വരും. അപ്പൊ നിങ്ങൾ ആ സെന്റൻസിൽ അണ്ടർലൈൻ ചെയ്യുന്നത് ചിലപ്പോൾ മൈസെൽഫ് ആയിരിക്കാം, ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ചിലപ്പോൾ അണ്ടർലൈൻ ചെയ്ത് മൈസെൽഫ് ആയിരിക്കാം. ഐ റിപ്പയർഡ് ബൈക്ക് മൈസെൽഫ് അണ്ടർലൈൻ ചെയ്ത് മൈസെൽഫ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് പ്രോണൗൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സിമ്പിൾ ആണ് അല്ലെ? 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടാകും, അതിൽ ഏതെങ്കിലും ഒരു ആൻസർ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ആൻസർ ചെയ്യാം. ക്ലിയർ? ജസ്റ്റ് വെയിറ്റ് സെക്കൻഡ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കേട്ടോ ഈ പ്രോണൗണിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഉള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് റിലേറ്റീവ് പ്രോണൗൺ ആണ്, അതിന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, നിങ്ങൾ ടെൻഷൻ ഒന്നും എടുക്കണ്ട കേട്ടോ, എല്ലാവരും ടെൻഷൻ ഉണ്ടെന്ന് അറിയാം, പക്ഷെ സിമ്പിൾ ആയിരിക്കും, വെരി സിമ്പിൾ. നന്നായിട്ട് ഞാൻ പറയുന്ന ഭാഗങ്ങൾ നന്നായിട്ട് നോക്കി വെക്കാം. ഓക്കെ, റിലേറ്റീവ് പ്രോണൗൺ അറിയാലോ, ഒരു പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ഹൂ ഓർ ഹൂസ് ഹൂം ആയിരിക്കും വരാം, തിങ്സ് ആണെങ്കിൽ വിച്ച് ഓർ ദാറ്റ് ആയിരിക്കും വരാം. ഇനിയിപ്പോ എവിടെ എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലോ എന്താണ്, ഇപ്പോ നമുക്കറിയാലോ, ഇപ്പൊ എവിടെയെന്ന് ചിലപ്പോ ചില റിലേറ്റീവ് പ്രോണൗണിൽ ചോദിച്ചു വരാം. മീൻസ് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നത് വിച്ച്, ദാറ്റ്, ഹൂസ്, ഹൂം ഒക്കെയാണ് വരാം. ചിലപ്പോ വേറും കയറി വന്നേക്കാം, അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ വരാട്ടോ. അങ്ങനെ കയറി വന്നേക്കാം. വെന്ന് വരില്ലേ? വെൻ വരില്ല, വേറെ വരാൻ ചാൻസ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. നൗൺ, പ്രോനൗൺ 2 കഴിഞ്ഞു. അതിനുശേഷം വരുന്ന വെർബാണ്. വെർബില് നമ്മള് അറിയേണ്ടത് ആക്ഷൻ വെർബും, എന്താണ് ആക്ഷൻ വെർബ് എന്നും എന്താണ് സ്റ്റേറ്റ് വെർബ് എന്ന് അറിഞ്ഞിരിക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. ആക്ഷൻ വെർബ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന എല്ലാ ആക്ഷൻസും ആക്ഷൻ വെർബ് കൊണ്ടുന്നതാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് ഐഡന്റിഫൈ വിച്ച് ഈസ് ആൻ ആക്ഷൻ വെർബ് എന്നായിരിക്കും. അതിൽ ചിലപ്പോൾ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും, ഹാപ്പി, ബ്യൂട്ടിഫുൾ, വാക്ക്, ഈഗോ എന്നൊക്കെ പറഞ്ഞ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അത് ഏത് ആൻസർ ചെയ്തു? ഏതാണ് ആക്ഷൻ വെർബ്? വാക്കാണ് ആക്ഷൻ വെർബ്. അപ്പൊ അതെങ്ങനെ ആൻസർ ചെയ്താം? ഓക്കെ, ക്ലിയർ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. ടെൻസ് ആണ്. ടെൻസിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. എല്ലാം ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് വരാട്ടോ ക്വസ്റ്റ്യൻസ്. ഇതിനൊക്കെ വരുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിരിക്കും. അതായത് ഇപ്പോ ഒരു നമ്മുടെ ഇപ്പോ ഫോംസ് വരുമല്ലോ, എങ്ങനെയാണ് ഇപ്പൊ ഞാൻ പറയുന്നത്, ഈ സാമാറത്തില്ലേ, ഇപ്പോ she is writing a novel. ചിലപ്പോ she is കഴിഞ്ഞിട്ട് ഡാഷ് ആയിരിക്കും. and a novel, she is dash a novel. okay, താഴെ ഈ ഓപ്ഷൻസ് written, wrote, write, writing. നിങ്ങൾ ഏത് എഴുതൂ? റൈറ്റിംഗ്. ഓക്കെ, അത് ടെൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരാം. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അറിയാലോ, ആമീസ് ആറൊക്കെ വന്നാല് നമുക്ക് അടുത്ത വേർബ് വരുന്നത് ing ഫോമിലായിരിക്കും വരാം. അതുപോലെ തന്നെ ഹാസ്, ഹാവ് ഒക്കെ വരാണെങ്കിൽ V3 ഫോമില്. മനസ്സിലായോ? ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെയായിരിക്കും ടെൻസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഒന്നുകൂടെ പറയാം മിസ്സേ. അപ്പൊ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഷീ ഈസ് ഡാഷ് a letter. ഓക്കെ,
ഷീസ് ഡാഷ് എ ലെറ്റർ എന്ന് പറയുമ്പോൾ ആ ഡാഷ് ആണ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണല്ലോ. അപ്പോ ഓപ്ഷൻസ് ഉണ്ട്, റൈറ്റ്, റോങ്, റൈറ്റിംഗ്, റിട്ടേൺ. 4 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഏതായിരിക്കും എഴുതുക? കാരണം ഷീയുടെ കൂടെ സബ്ജക്റ്റിന്റെ കൂടെ വന്നിരിക്കുന്നത് ഓക്സിലറി വെർബാണ്. ഓക്സിലറി വെർബ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് ഏതാണ്? ഏത് ഫോം ആയിരിക്കണം ഓക്സിലറി വരുമ്പോ? ing form. ing form. അപ്പോ തന്നിരിക്കുന്ന ഓപ്ഷൻ അല്ല ing ഫോം ഉള്ളത്, റൈറ്റിംഗ് ആണ്. അപ്പോ റൈറ്റിംഗ് നമ്മൾ ആൻസർ ചെയ്യാം. അതുപോലെ ആം, ഐയുടെ കൂടെ ആം വരുന്നത് ഓക്സിലറി ആണ്. he is, they are, you are, ഇനി you were, he was, okay, I was. ഇതൊക്കെ വരുമ്പോ വരേണ്ടത് ing ഫോം ആയിരിക്കണം. മനസ്സിലായോ? ഇനി ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെ ആണെങ്കിൽ V3 ഫോം ആയിരിക്കണം വരാൻ. ഓക്കെ, ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം. ക്ലിയർ അല്ലേ? അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ ടെൻസിന്ന് വരാം കേട്ടോ. ഓപ്ഷൻസ് ഉണ്ടാവില്ലേ? ഓപ്ഷൻസോ? ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. MCQ മോഡൽ അല്ലേ, ഓപ്ഷൻസ് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ പോലതൊക്കെ തന്നെയാണ് നിങ്ങളുടെ എക്സാം വരാം. ഓക്കെ, പിന്നെ ടെൻസിൽ വരുന്നത് പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ് ആണ്. ചിലപ്പോൾ ഒരു വേർഡ് തന്നിട്ട് അതിന്റെ പാസീവ് വോയിസ് ഏതാണെന്നായിരിക്കും ചോദിക്കാം. മനസ്സിലായോ? ഒരു വേർഡ് തരും. ഇപ്പോ he eats apples. He eats apples. ഇതിന്റെ പാസീവ് വോയിസ് ഈസ് എന്ന് പറഞ്ഞ് തരും. അപ്പോ അതിനിടയിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരാം. അതിന്റെ പാസീവ് വോയിസ് ചിലപ്പോ ഒരു ഡാഷ് ഇട്ടിട്ടുണ്ടാവാം. അതായത് he eats apples എന്ന് പറയുമ്പോൾ പാസീവ് വോയിസ് വരുന്നത് എങ്ങനെയാണ്? apples are eaten by him എന്നാ വരാം അല്ലെ? apples are eaten by him. ചിലപ്പോ അങ്ങനെ ചിലപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് he eats an apple എന്ന് പറഞ്ഞിട്ട് അതിന്റെ പാസീവ് വോയിസ് ഏതാണെന്ന് ചോദിച്ചിട്ട് ഇതുപോലെ 4 ഓപ്ഷൻസ് വരും. apples are eaten by him, അല്ലെങ്കിൽ apple is eaten by him, apple has eaten by him, apple have eaten by him. ഇതിൽ 4 എണ്ണത്തിൽ കറക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് എഴുതാം. അത് ഒരു മോഡല്. ചിലപ്പോ അങ്ങനെ ഒരെണ്ണം വരാം. പിന്നെ ഒരെണ്ണം വരുന്ന വെച്ചാൽ he eats apples എന്ന് പറയുന്ന സെന്റൻസിൽ നിന്ന് ചിലപ്പോ അതിന്റെ താഴെ കറക്റ്റ് സെന്റൻസ് കൊടുത്തിട്ടുണ്ടാകാം. അതായത് apples dash eaten by him എന്ന് കൊടുത്തിട്ടുണ്ടാകാം. apples dash eaten by him. എന്നിട്ട് 4 ഓപ്ഷൻ തരും. ഈ ഡാഷിന്റെ അവിടെ എന്താണ് വരാം? ഈസ് ആണോ, ആർ ആണോ, ഹാസ് ആണോ, ഹാവ് ആണോ എന്ന് ചോദിക്കും. അത് കറക്റ്റ് ആണ് നമ്മൾ എഴുതാം. അപ്പൊ ഇങ്ങനെ ഈ 2 മോഡലിൽ നമുക്ക് പാസീവ് വോയിസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. ക്ലിയർ? അതുപോലെ തന്നെ നമ്മൾ ആക്റ്റീവ് വോയിസ് ചോദിക്കുകയും ചെയ്യും കേട്ടോ. തന്നിരിക്കുന്നത് ആക്റ്റീവ് വോയിസ് വെച്ചിട്ട് അതിന്റെ പാസീവ് വോയിസ് വന്നിട്ട് അതിന്റെ ആക്റ്റീവ് വോയിസ് കാണാൻ പറയും. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ആണെങ്കിൽ apples are eaten by him, ആക്റ്റീവ് വോയിസ് ഈസ് എന്ന് ചോദിച്ചാൽ 4 ഓപ്ഷൻസ് കൊടുത്തു. അതിന്റെ ആക്റ്റീവ് വോയിസ് ആയിരിക്കും ചോദിക്കുക. apples are eaten by him എന്ന് പറയുന്നതിന്റെ ആക്റ്റീവ് വോയിസ് ഏതായിരിക്കും? He's eaten apples. Eat apples. He eats apples. Yeah. He eats apples ആയിരിക്കും അതിന്റെ ആക്റ്റീവ് വോയിസ് വരാം. അപ്പൊ തിരിച്ചും മറിച്ചും ചോദ്യം വരും. ക്ലിയർ? ഓക്കെ ആണോ? Then ആർട്ടിക്കിൾ ചോദ്യം എന്തായാലും വരും കേട്ടോ. ദി, എ, ആൻഡ് ഇത് 3 ഫിൽ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും വരും. ആർട്ടിക്കിൾ 3 എണ്ണം എവിടെയെങ്കിലും ഫിൽ ചെയ്യാനുണ്ടാകും. അതുപോലെ തന്നെ കോൺവേർഡ് എന്ന ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. കോൺവേർഡ് എന്ന ക്വസ്റ്റ്യൻ വരുന്നത് വെച്ചാല് ഇപ്പോ കോൺവേർഡ് എന്ന് വരുന്നത് ഇപ്പോ ഡാഷ് ഇതെല്ലാം ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിരിക്കും. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 kilos, ഇപ്പൊ നമ്മുടെ കിലോസ് പറയുന്നുണ്ടല്ലോ ഇവിടെ. നമ്മുടെ വെയിറ്റ്, ക്വാണ്ടിറ്റി,
മണി ഇതൊക്കെ പറയുന്ന റൂൾ ഏതായിരുന്നു ഇത്? പെട്ടെന്ന് ഇനി കാണുന്നില്ലല്ലോ. റൂൾ ഏതാ? പെട്ടെന്ന് പറയാവോ? ആ ബ്രെഡ് ആൻഡ് ബട്ടറിന്റെ ഒക്കെ പറയണതല്ലേ മിസ്സേ കോൺഗേർഡ്? അതെ അതെ. അപ്പൊ ബ്രെഡ് ആൻഡ് ബട്ടർ വെച്ച് പറയാം. അപ്പൊ ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ഗുഡ് ഫോർ ഹെൽത്ത്, ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് വരും. ആർ, ഈസ്, വെയർ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് വരും. നിങ്ങൾ ഏതായിരിക്കും ഇടാ? ബ്രെഡ് ആൻഡ് ബട്ടർ രണ്ട് വേർഡ് ആണെങ്കിലും ഒന്നിച്ച് വരും. എന്ത് വരും? ചേർത്ത് പറയുന്ന ഈസ വരും. ഈസ് വരും. അപ്പൊ ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വരും. മനസ്സിലായോ? അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരാം. കോൺവേർഡ് ക്വസ്റ്റ്യൻ അങ്ങനെയായിരിക്കും വരാം. ഓക്കെ ഓക്കെ, ക്ലിയർ? അതുപോലെ തന്നെയാണ് 2 kilos apples dash we bought എന്ന് പറയാണ്. 2 kilos apples dash we bought. അത്ര നല്ല എക്സാമ്പിൾ അല്ലല്ലോ. അല്ലെങ്കിൽ 2 kilos apples dash nothing to carry എന്ന് പറയാണ്. dash nothing to carry. 2 kilos apples എന്ന് പറയുമ്പോൾ അത് ഏതാണ്? കോൺവേർഡിനെ ബേസ് ചെയ്തിട്ട് അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇത് ഓക്സിലറീസ് ആയിരിക്കും. ഹാവ്, വെയർ, ഈസ്, ആർ എന്നൊക്കെ തരും. ആൻസർ ഏതായിരിക്കും? 2 kilos എന്ന് പറയുമ്പോ kg ആണ്. അത് പറയുമ്പോ kg ഒക്കെ പറയുമ്പോ മിസ് അവിടെ നമ്മൾ ഈസ് ആണോ ആറാണോ ഉപയോഗിക്കുന്നത്? ഞാൻ എഴുതിയെടുത്തിട്ടില്ല. ആണോ? ഈസ് ആണ് കേട്ടോ. kgs ഒക്കെ പറയുമ്പോ ഈസ് ആണ്. മണി. ഓക്കെ, അതൊക്കെ ഈസ് ആണ് കേട്ടോ. അതിന് സിംഗിൾ നൗണാ വരാ, സിംഗിൾ വെർബാ യൂസ് ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾ നോട്ട് നെക്സ്റ്റ് നിങ്ങൾ കാണുന്നില്ല പെട്ടെന്ന് നോക്കിയിട്ട്. മിസ് റൂൾ നമ്പർ 12. കണ്ടോ? മണി, ഡിസ്റ്റൻസ്, വെയിറ്റ് ഇതൊക്കെ വരുമ്പോ ഈസ് ആണ് വരാം. ഓക്കെ, സിംഗുലർ വേർബ് ആണ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. സിംഗുലർ ഓക്സിലറീസ് ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ ആസ് വെൽ ആസ് yeah, my mother as well as my sister has called you. In ഇവിടെ as well as യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? അത് ഫസ്റ്റ് ടീച്ചറിനെയാണ് ഫസ്റ്റ് പറയണെങ്കിൽ, അതായത് ടീച്ചർ സിംഗുലർ അല്ലേ, അപ്പൊ ടീച്ചറിനെ പറയണെങ്കിൽ ഈസ് വരും. അതല്ലേ നമ്മൾ പറയുന്ന സെന്റൻസിൽ ഫസ്റ്റ് സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ടീച്ചർ ആകുമ്പോ ആറ് വരും. ഫസ്റ്റ് നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് എന്നല്ല നോക്കണ്ടേ? അതെ, ഫസ്റ്റ് ഏതാണ് നോക്കണം. നോക്കണം അത് ഫിൽ ചെയ്യാം. ഫസ്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലൂറൽ വേർബ് ആയിരിക്കണം. സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വേർബ് ആയിരിക്കും യൂസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ. അതായത് ഇങ്ങനല്ലേ, കിങ് ആൻഡ് പീപ്പിൾ എന്ന് വരികയാണെങ്കിൽ ഈസ് വരും അവിടെ. അപ്പൊ കിങ് സിംഗുലറും പീപ്പിൾസ് പ്ലൂരലും അല്ലേ. നേരെ മറിച്ച് പീപ്പിൾസ് ആൻഡ് കിങ് വരുമ്പോ നേരെ തിരിച്ച് ആറ് വരും. അങ്ങനെയല്ലേ അവിടെ? അതെ അതെ, അങ്ങനെയാ വരാം. പീപ്പിൾസ് അല്ല കേട്ടോ, പീപ്പിൾ ഓൾറെഡി അത് പ്ലൂറൽ ആണ്. അതിലൂടെ ആഡ് ചെയ്യണ്ട. ഓക്കെ, പീപ്പിൾ. ഓക്കെ, അപ്പോ അതാണ് കോൺവേർഡിന് വരാം. അഡ്ജക്റ്റീവ് എന്ന് വരുന്നത് അഡ്ജക്റ്റീവ് ഫ്രേസും ക്ലോസും ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും. താഴെ അപ്പോ അതിന് എക്സാമ്പിള് ഇപ്പോ ഒരു സെന്റൻസ് നമ്മൾ തരും. അതായത് ദ ബേബി ഹീസ് എ സ്മാർട്ട് ബോയ്. ഓക്കെ, അതില് ഒരു വേർഡ് സ്മാർട്ട് എന്ന് പറയുന്ന വേർഡ് ചിലപ്പോൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാകാം. ഹീസ് എ സ്മാർട്ട് ബോയിൽ ആ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാകാം. ഐഡന്റിഫൈ ദ വേർഡ് എന്ന് ചോദിച്ചിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാകാം. അഡ്വർബ്, അഡ്ജക്റ്റീവ്, നൗൺ എന്ന് പറയുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാകാം.
അതിൽ നിങ്ങൾ അത് ഏത് ആൻസർ ചെയ്തു? അറിയൂ. ഈസ് എ സ്മാർട്ട് ബോയ്. adjective. സ്മാർട്ട് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് അല്ലേ? അതുപോലെ തന്നെയായിരിക്കാം the baby walked slowly. The baby walked slowly. Slowly എന്ന് പറയുന്ന വേർഡ് ഏതാണ്? സ്ലോലി. അതും adjective ആ മാം. വെർബല്ലേ മിസ്സേ? അത് adverb ആണ് ട്ടോ. ശരി adverb. മോഡിഫൈ ചെയ്യുമ്പോ അത് അഡ്ജക്റ്റീവ്, നമ്മൾ വെർബിനെ മോഡിഫൈ ചെയ്ത് പറയാൻ ഉപയോഗിക്കുന്നത് ആഡ്വർബ്. അപ്പൊ അങ്ങനെയാണ് അഡ്ജക്റ്റീവ് ആഡ്വർബിന്ന് വരാം. ഓക്കെ. പിന്നെ ഫ്രേസ് ചോദിക്കാൻ ചാൻസ്, ഫ്രേസ് അറിയാലോ, ഒന്നിൽ കൂടുതലൊക്കെ പറയുകയാണെങ്കിൽ അത് ഫ്രേസ് ആണ്. ഇങ്ങനെ ഓപ്ഷൻ തരും കേട്ടോ. ചിലപ്പോ ഒരു സെന്റൻസ് തന്നിട്ട് അത് ചോദ്യം വേണ്ട. ക്ലിയർ ആയില്ല. എന്തോ ഫ്രേസിന്റെ ഭാഗം ഭയങ്കര ടഫാ മിസ്സേ, അതൊന്നും ചോദ്യമൊന്നും തരണ്ട. ചോദ്യം വേണ്ട, അതൊക്കെ ചോദ്യം വേണ്ട മിസ് ചെയ്തൊക്കെ. ഓക്കെ. ഞാൻ ഒരു സത്യം പറയണ്ടേ? ആരോടും പറയണ്ട. ഫ്രേസിന്റെ ഭാഗത്ത് ചോദ്യമില്ല. ഓക്കെ. ഓക്കെ മാം. അതല്ല, ഫ്രേസിന്റെ ഭാഗം ഒന്നും ഞാൻ കേട്ടിട്ടില്ല, എനിക്ക് ആ ഭാഗം ഒന്നും മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാ. അത് വന്നാ ഞാൻ തെറ്റിക്കും. അതുപോലെ നൗണിന്ന് ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ, പേടിക്കണ്ട. സമാധാനായില്ലേ? ഏറ്റവും ടഫ്. പക്ഷെ നൗണിന്നൊന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. നൗൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഡ്ജക്റ്റീവും ആഡ്വർബാണ്. ആഡ്വർബിന്നാണ് ആഡ്വർബിന്നാണ് വന്നിരിക്കുന്നത്. ആഡ്വർബിന്നും അഡ്ജക്റ്റീവിനും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് അത് ഇതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെയാണ് മിസ്സേ, അത് കുഴപ്പമില്ല. ആഡ്വർബും കുഴപ്പമില്ല. മോഡലിൽ എല്ലാവരും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യണം കേട്ടോ. ഇത്രയൊക്കെ പറഞ്ഞ് സ്കോർ ചെയ്തില്ലെങ്കിൽ. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ വരുന്നുണ്ട്, എക്സാം കഴിഞ്ഞിട്ട്. ഞാൻ ക്ലാസ് കേറത്തില്ല മിസ്സേ. ഓക്കെ. സിമ്പിൾ ആണ്, വളരെയധികം സിമ്പിൾ ആണ്. അതല്ല, ഞങ്ങളെ ആൻസർ തെറ്റി കുറച്ച് സ്കോർ ചെയ്താൽ, അതായത് ഞങ്ങള് കുറച്ച് മാർക്ക് വാങ്ങി പാസ്സായാലും മിസ്സിനെ അഭിമാനിക്കാം. കാരണം ഞങ്ങളൊന്നും അറിയാത്തവരെ, എന്നിട്ട് ഞങ്ങൾക്ക് അത്രയെങ്കിലും പഠിഞ്ഞല്ലോ, മിസ്സിന് അഭിമാനം തന്നെയാണ്. അത് ഞങ്ങൾ ഫുൾ മാർക്ക് ഒന്നും പറയണില്ല. ഞങ്ങൾ തോറ്റു പോയാലേ മിസ്സിന് പ്രശ്നമുള്ളൂ, കാരണം ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല തോന്നല്ലേ. ഇത് ഞങ്ങള് സീറോയിലായിരുന്നു, അവിടുന്ന് കുറച്ചൊക്കെ മിസ് ഞങ്ങൾ ഉയർത്തി കൊടുക്കണു. ചുമ്മാ പറഞ്ഞ ഫുൾ മാർക്ക് ഒന്നും വാങ്ങണ്ട. നിങ്ങൾ പാസ്സാകും. എത്രയും കൊണ്ടു പാസ്സാകും. എന്തായാലും പേടിക്കണ്ട. നിങ്ങൾ എന്തായാലും പാസ്സാകും. ഓക്കെ. ഞങ്ങൾക്കും അത്രേ ഉള്ളൂ മിസ്സേ, പാസ്സായാൽ മതി. മാക്സിമം. പക്ഷെ നിങ്ങൾക്ക് മാക്സിമം സ്കോറും കിട്ടും കേട്ടോ. നിങ്ങൾ പ്രതീക്ഷിക്കാതെ സ്കോറും ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ. ഇനി പ്രപ്പോസിഷനിൽ അറ്റിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ കറക്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു തരുന്നുണ്ടല്ലേ? അറ്റിന്റെ ക്വസ്റ്റ്യൻ, പ്രപ്പോസിഷനിൽ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അറ്റ്, ബൈ, ഫ്രം. ഓക്കെ. അറ്റ്, ബൈ, ഫ്രം. ഇതൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ. ക്ലിയർ? ക്വസ്റ്റ്യൻ പറഞ്ഞു തരേണ്ടി വരും ഞാൻ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു കേട്ടോ. ഹി ത്രോ ദ ബാൾ ഡാഷ് മീന്ന്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അതിൽ മോഡലിൽ കണ്ടായിരുന്നു. അപ്പല്ലേ അതിലെ ഓപ്ഷൻസിലില്ലേ 2 കൊടുത്തിട്ടില്ല, അറ്റേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അവിടെ 2 അല്ലേ വേണ്ടത്? 2 മീന്നല്ലേ വേണ്ടത്? He threw the ball, dash me. അപ്പൊ എന്താ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ എന്തൊക്കെയായിരുന്നു? അപ്പോ ഓപ്ഷൻസിൽ അറ്റ് ഉണ്ടായിരുന്നു, ഓൺ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, അറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ 2 എന്നല്ലേ വേണ്ടത്. അപ്പൊ 2 വരാത്ത ചില സാഹചര്യങ്ങളിൽ നമുക്ക് അറ്റ് ഉപയോഗിച്ചൂടെ അവിടെ? അറ്റ് യൂസ് ചെയ്യാം. കാരണം ഒരു ആളെ പോയിന്റ് ഔട്ട് ചെയ്ത് ഫോക്കസ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് അറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. യൂസ് ചെയ്യാം. ഓക്കെ. പ്രപ്പോസിഷൻ അത്രയൊക്കെയാണ് ഉള്ളത്. പ്രപ്പോസിഷൻ ഞാൻ പറഞ്ഞു, അറ്റ് ഉണ്ട്, ഹിന്ദിയിൽ വന്നിട്ടുണ്ട്, ഒരു ഇൻറ്റു വന്നിട്ടുണ്ട്, ഒരു ബൈ വന്നിട്ടുണ്ട്, ഒരു ഫ്രം വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഓക്കെ.
Just wait a second. ഇന്നത്തെ ക്ലാസ് കേൾക്കാത്തവർക്ക് ഭയങ്കര നഷ്ടാട്ടോ. സത്യം. റെക്കോർഡ് ക്ലാസ് ഉണ്ടല്ലോ. Okay. മിസ് പോയിട്ടില്ല, മിസ് ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ മിസ് ഡൗട്ട് ഉണ്ട്. The temperature varies dash 4.3 degree to 6.3 എന്നാണ്. അപ്പൊ ഓപ്ഷൻസ് 2 ഫ്രം ബിറ്റ്വീൻ കൊടുത്തിട്ടുണ്ട്. അപ്പോ എല്ലാരും പറഞ്ഞ എന്താണ് ഫ്രം ആണ് കൂടുതൽ ആപ്റ്റ് എന്ന് പറയണ്ടായിരുന്നു. ഏതാ മിസ്സേ, ഫ്രം ആണോ ബിറ്റ്വീൻ ആണോ? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറഞ്ഞേ. The temperature varies dash 4.3 degree to 6.3 degree. ബിറ്റ്വീൻ അല്ലേ വരാം, അതിനിടയിലുള്ള ഇതല്ലേ വരാം. അതിൽ ഓപ്ഷൻസ് 2 ഫ്രം ബിറ്റ്വീൻ എന്നാണ്. അപ്പോ ആൻസർ ബിറ്റ്വീൻ വരുമോ മിസ്സേ? അതായത് ടെമ്പറേച്ചർ ഇന്നതിൽ നിന്ന് ഇന്നതിലേക്ക് വേരിയേഷൻ പറയുമ്പോൾ ദ ടെമ്പറേച്ചർ വേരീസ്, അതിന്റെ ഇടയിൽ ആൻഡ് വന്നാലേ ബിറ്റ്വീൻ വരത്തുള്ളൂ. ആൻഡ് വന്നാൽ ബിറ്റ്വീൻ ആൻസർ കറക്റ്റാ. ഫ്രം ആണെങ്കിൽ ഈ പറഞ്ഞ ആൻസർ ആപ്റ്റ് ആവുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാനും ഫ്രമിനോടാ യോജിക്കണത്. ഞങ്ങളിത് ഒരു മെയിൻ ആയിട്ടുള്ള ഡൗട്ട് ആയിരുന്നു, മിസ്സിനോട് ചോദിക്കണം വെച്ചിട്ട് തന്നെയായിരുന്നു. അല്ലേ എന്താ ഫ്രമും ബിറ്റ്വീനും വന്നിട്ടുണ്ട്, അപ്പൊ 2 എന്നാണ് കൊടുക്കണത് അല്ലേ? അത് ആൻഡ് അല്ല ഇവിടെ കൊടുക്കണം. ഇത്ര മുതൽ ഇത്ര എന്നുള്ളത് കൊടുക്കുമ്പോ അപ്പൊ ഫ്രം അല്ലേ ഒന്നും കൂടി ആപ്റ്റ് ആവുക ബിറ്റ്വീൻ? അതിന്റെ ഇടയ്ക്ക് ആ ടെമ്പറേച്ചർ ബിറ്റ്വീൻ വരുമ്പോൾ അവിടെ എന്ത് വന്നാലും ആൻഡ് വരണം. നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോ ഫ്രം ആണ് കൂടുതൽ ആപ്റ്റ് ആയിട്ട്. മിസ് ഒന്ന് എഴുതി നോക്കിയ, അപ്പൊ മിസ് കേൾക്കുന്നോണ്ടായിരിക്കും ചിലപ്പോ അത്ര. ടൈപ്പ് ചെയ്തിട്ട് കേട്ടോ, ഞാൻ പറയാം. ഓക്കെ. നെക്സ്റ്റ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണേ. ചിലപ്പോൾ കംപ്ലീറ്റ് ആക്കണം. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഒരു സെന്റൻസ് തന്നിട്ട് ചിലപ്പോൾ അതൊന്ന് റിപ്പോർട്ട് ചെയ്യാനായിരിക്കും ചോദിക്കാം. അതിപ്പോ ക്വസ്റ്റ്യൻ ആകാം, ഇംപെറേറ്റീവ്സ് ആകാം, എന്തും ആകാം. പക്ഷെ കൂടുതൽ മോസ്റ്റ്ലി വരുന്നത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കേട്ടോ. അപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിനൊന്ന് റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് അവിടെ തരും. ഇപ്പോ the boy said I like mangoes. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് 4 ഓപ്ഷൻസ് തരും. അതായത് അതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 4 ഓപ്ഷൻസ് തരും. ചിലപ്പോൾ ചിലത് മിസ്റ്റേക്സ് ആയിരിക്കാം. അതായത് അതിന്റെ ഓപ്ഷൻ ആൻസർ വരുന്നത് എങ്ങനെയാണ്? The boy said that he liked mangoes. അങ്ങനെയാ വരാം അല്ലെ? The boy said that he liked mangoes എന്നായിരിക്കും വരാം. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള 4 ഓപ്ഷൻസ് തരും കേട്ടോ. അതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ എഴുതാം. അങ്ങനെയാണ് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് വരാം, റിപ്പോർട്ട് സ്പീച്ചിൽ നിന്ന് വരാം. ക്ലിയർ? സിമ്പിൾ ആണല്ലോ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാനിത് പറയുന്നതിന്റെയാണ്. ക്വസ്റ്റ്യന്റെ മോഡൽ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഡു യു ലൈക്ക് ദ മൂവീസ്? മിസ് ഹി ലൈക്സ് മാംഗോസ് അല്ലേ മിസ് ആദ്യം പറഞ്ഞത്? സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഹി ലൈക്സ് മാംഗോസ് അല്ലേ? ലൈക്സ് മാംഗോസ്. ഓക്കെ. Okay, he likes mangoes. ഇനി ചിലപ്പോ അടുത്ത ക്വസ്റ്റ്യൻ വരാണെങ്കിൽ എക്സാമ്പിൾ ഡു യു ലൈക്ക് മൂവീസ്? ഡു യു ലൈക്ക് മൂവീസ് അത് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ അത് റിപ്പോർട്ട് ചെയ്യുക. അതിനെങ്ങനെ റിപ്പോർട്ട് ചെയ്യും? അതിന്റെ ആൻസർ ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആൻസർ ചെയ്താം. ഓക്കെ, ക്ലിയർ?
അതാ സമാധാനം. ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതാ സമാധാനം. Yeah, the temperature varies from from ആണ് ട്ടോ. From ആണ്, between അല്ല. കറക്റ്റ് ആണ്, from ആണ്. പറയുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടാണ്, പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ഇത് കറക്റ്റ്. ഓക്കെ, the temperature varies from 430 degree to correct from. between അല്ല. അപ്പൊ ആൻസർ ശരിയായില്ലേ? ഇനിയിപ്പോ ഇത്രയുള്ളൂ. ഡയറക്റ്റ് സ്പീച്ചിൽ എങ്ങനെയാണ് വരാം? ഓപ്ഷൻസ് ഉണ്ടാവും, റിപ്പോർട്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് അതിലുണ്ടാവും. അതിൽ നിന്ന് ഒരു കറക്റ്റ് ആൻസർ നിങ്ങൾ എഴുതാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ഡയഗ്രം. സിമ്പിൾ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഡാഷ് വരും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാർട്ടിസിപ്പിൾ അങ്ങനെ വരുന്നുണ്ട്, അറിയാലോ. ഫ്രേസൽ വേർബ് ഉണ്ട്. ഫ്രേസൽ വേർബിന് ക്വസ്റ്റ്യൻസ് ചാൻസ് മോഡലില് കുറവാണ്. ഓക്കെ, മോഡലില് ഫ്രേസൽ വേർബിന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, സന്തോഷിക്കാം. ഓക്കെ, അതും പറഞ്ഞ് മെയിൻ വരും കേട്ടോ. മെയിൻ എക്സാമിന് എന്തായാലും വരും. പക്ഷെ മിസ്സേ, ഈ മോഡലിൽ അത് ഇട്ടാലല്ലേ മെയിനില് ഞങ്ങൾക്ക് അതൊരു എന്താ ഒന്നുകൂടി പഠിക്കണം തോന്നുള്ളൂ. ഇത് ഇനി കഴിഞ്ഞ മിസ് ക്ലാസ് എടുത്ത് തരില്ലല്ലോ മെയിനിന്റെ മുന്നേ. മോഡൽ ഈസി ആയാലും മെയിൻ എക്സാം ടഫ് ആകുന്നല്ലേ പറയാ. ഇല്ല കുഴപ്പമില്ല, ഞാൻ ഒരു കാര്യം ചെയ്യാം. മെയിൻ മോഡൽ എക്സാം കഴിയട്ടെ. മോഡൽ എക്സാം കഴിയുമ്പോൾ ഞാൻ ഫ്രേസൽ വേർബിന്റെ ക്വസ്റ്റ്യൻസിന്റെ മോഡൽ പറഞ്ഞുതരാം, ഓർമ്മിപ്പിക്കണം. ഞാൻ എന്തായാലും കോൺടെക്സ്റ്റ് എടുക്കാൻ വരും കേട്ടോ. കോൺടെക്സ്റ്റ് എടുക്കാൻ ഞാൻ വരുന്നുണ്ട്. ആ ടൈമിൽ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഓക്കെ, മാം മോഡൽ കഴിഞ്ഞ ഉടനെ തന്നെ മെയിൻ ഉണ്ടാവോ? മോഡൽ കഴിഞ്ഞ ഉടനെ തന്നെ മെയിൻ എക്സാം ഉണ്ടാവോ? ഇല്ല, മോഡൽ കഴിഞ്ഞാല് ഉടനെ നിങ്ങൾക്ക് പ്രാക്ടീസ് സെഷൻ വരും. പ്രാക്ടീസ് ഉണ്ട്. പിന്നെ കുറെ ഇപ്പോ ഇംഗ്ലീഷ് ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഫോണിക്സ് ആണ്. ഓക്കെ, പ്രൊണൗൺസിയേഷൻ പ്രാക്ടീസ് ചെയ്യും. അതല്ലാതെ വേറെ ടീച്ചേഴ്സിന്റെ പ്രാക്ടീസ് സെഷൻ ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് മെയിൻ എക്സാം വരാം. ഓക്കെ, അപ്പൊ ടൈം ഉണ്ട്, പേടിക്കണ്ട. ഇനി ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗിന് വരുമ്പോ they are learning English dash. They are learning English dash question mark. എങ്ങനെയായിരിക്കും വരാം? They are learning English. They are ആറിന്റെ ദേ എന്ന് വരും ആൻസർ. ഓക്കെ, ഇനിയിപ്പോ മഞ്ജു ഈസ് സിറ്റിംഗ്, മഞ്ജു ഈസ് വർക്കിംഗ് ഇൻ ആൻ ഓഫീസ് ഡാഷ്. എന്താ മിസ്സേ ക്വസ്റ്റ്യൻ? Is in she. Yeah, അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ക്വസ്റ്റ്യൻ സിമ്പിൾ, സോ സിമ്പിൾ. കുഴപ്പമില്ല, സിമ്പിളാ. സിമ്പിൾ ആണ്, വളരെയധികം സിമ്പിൾ ആണ്. സ്പെല്ലിംഗ് വരും കേട്ടോ. സ്പെല്ലിംഗിന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, നല്ല ടഫ് ഉള്ളതാണോ? ഇല്ല, സിമ്പിൾ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, അറിയാവുന്ന വേർഡാണ് അത്. അത് പഠിച്ചു വെക്കാം. ഇനിയിപ്പോ വേർഡ് ഞാൻ പറഞ്ഞില്ല. വേർഡ് പറഞ്ഞില്ല, ടെക്സ്റ്റിലുള്ളതാണോ? ടെക്സ്റ്റിലുള്ളതല്ല, കോമൺലി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. കോമൺലി യൂസ് ചെയ്യുന്ന വേർഡാണോ? നമ്മുടെ ഇംഗ്ലീഷുമായിട്ട് കണക്ട് ചെയ്യുന്ന വേർഡാണ്. ഇംഗ്ലീഷ് സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇംഗ്ലീഷ് സബ്ജക്റ്റുമായിട്ട്, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ഏറ്റവും ടഫ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ ഒരു വേർഡ് ടെക്സ്റ്റുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. ഇതിനൊക്കെ കോമൺ ആയിട്ട് നമ്മളൊരു പേര് പറയും. ആ പേര് ഇനി ഞാൻ പറയില്ല, അതിന് പറഞ്ഞാവും കറക്റ്റ് ആയിട്ട് നമുക്ക് ഒന്ന് അറിയാൻ പറ്റും. സിമ്പിൾ ആയിട്ട് വല്ല ലാംഗ്വേജ് അങ്ങനെയൊക്കെ വന്നാ മതിട്ടോ. അതൊക്കെ ഞങ്ങളെ കൊണ്ട് താങ്ങുള്ളൂ, അതിന്റെ അപ്പുറമൊന്നും പോകരുത്. ഞാൻ ഒരു കാര്യം, സ്പീക്കൊക്കെ നിങ്ങൾക്ക് സ്പെല്ലിംഗ് അറിയാവുന്നല്ലേ? ലാംഗ്വേജ് ഒക്കെ അത് അതിന്ന് എത്ര വേർഡ് വരും മിസ്സേ? 5 എണ്ണം ഉണ്ടോ? 5 എണ്ണം ഒന്നുമില്ല. ഞാൻ അതിൽ കുറച്ച് കോമൺലി വന്ന കുറച്ച് വേർഡ്സ് അതിൽ നിങ്ങൾ നോട്ട് ചെയ്ത് മീൻസ് അത്രയും വേർഡ്സ് നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, ഇത്രയും സിമ്പിൾ ആയിട്ടൊക്കെ ഇതൊന്നും പറയാൻ പാടില്ല കേട്ടോ. സ്പെല്ലിങ് ഒരുപാട് സ്പെല്ലിംഗ് ഒന്നും ഇല്ല, ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളൂ സ്പെല്ലിംഗ് വന്നിട്ടുള്ളൂ.
ഒരുപാടൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ, പേടിക്കണ്ട. ഞാൻ പറയാം കുറച്ച് വേർഡ്സ്. എൻസൈക്ലോപീഡിയ, സൈക്കോളജി, encyclopedia, psychology, then tsunami, the last one grammar. Okay, ഞാൻ എന്തൊക്കെയാ പറഞ്ഞേ? എൻസൈക്ലോപീഡിയ, സൈക്കോളജി, സുനാമി, ഗ്രാമർ. ഈ 4 വേർഡ് പഠിച്ചു. ഓക്കെ, ക്ലിയർ? ഓക്കെ മാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ, ഒരുപാടൊന്നും ഇല്ല പറയാനുള്ളത്. സിമ്പിൾ ആണ്. ഇത്രയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. നന്നായിട്ട് പഠിച്ചു വെക്കൂ. അതുപോലെ തന്നെ പ്ലൂറൽ ഫോംസ് ഇപ്പോ സിസ്റ്റർ ഇൻ ലോ എന്നൊക്കെ പറയുന്ന വേർഡ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ പ്ലൂറൽസ് ഒക്കെ നോക്കി വെക്കാം. ഓക്കെ, വുമണിന്റെ പ്ലൂറൽ നോക്കി വെക്കാം. അങ്ങനെയൊക്കെ നോക്കി വെക്കാം കേട്ടോ. പിന്നെ ആർട്ടിക്കിൾ നോക്കാം. അത്രയ്ക്കേ ഉള്ളൂ. നീ പാസീവ് വോയിസോ ഡയറക്റ്റ് സ്പീച്ച് അതൊക്കെല്ലാം സിമ്പിൾ ആണ്. വെരി സിമ്പിൾ. എക്സാമ്പിൾ ഭയങ്കര സിമ്പിൾ ആയിരിക്കും, പേടിക്കേണ്ട. പിന്നെ കളക്ട് ചെയ്യുന്ന ഫിഷിന്റെ കളക്ട് ചെയ്യുന്ന നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഫിഷ് എന്താണ്? ഫിഷിന്റെ കളക്ട് ചെയ്യുന്ന നോക്കി വെക്കാം. ഫ്ലവേഴ്സിന്റെ നോക്കി വെക്കാം. ഫിഷ്, ഫ്ലവേഴ്സ്, പ്ലൂറൽസില് ഓക്സ്, ഗീസ്, ഇതിനൊക്കെ നോക്കി വെക്കാം. പിന്നെ റിലേറ്റീവ് പ്രോണൗൺ ഇതൊക്കെ നോക്കി വെക്കാം കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ, കഴിഞ്ഞു. ഓക്കെ, സമാധാനം? ആശ്വാസായോ? കൂളായോ? ശരിക്കും സമാധാനം. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടാവുന്ന സംശയമാണ് കേട്ടോ, അതുകൊണ്ടാണ് പെട്ടെന്ന് കയറി വന്ന് നിങ്ങൾക്ക് പറഞ്ഞത്. ഓക്കെ, ഇനി മെയിൻ എക്സാം വരുന്നതിന് മുൻപ് നമുക്ക് വേണമെങ്കിൽ ആ ടൈമിൽ നമുക്കൊന്നുകൂടെ പറയാം. കോംപ്ലക്സിംഗ് ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ടെൻഷൻ ഒന്നും അടിക്കേണ്ട. എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ടെൻഷൻ എടുക്കേണ്ട. കൂളായിട്ട് അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഫുൾ മാർക്സ് ഒന്നും ആവശ്യമില്ല, നമുക്ക് പാസ് ആവാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നന്നായിട്ട് പഠിക്കാൻ നോക്കാം. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പറ്റാതായിട്ടൊന്നും തന്നെ ഇല്ല. സോ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ബി കോൺഫിഡന്റ്, ഓൾവേസ് വിൽ ബി കോൺഫിഡന്റ്. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ മാം. അപ്പോ ഇനി നെക്സ്റ്റ് നമുക്ക് ഫോണിറ്റിക്സിന്റെ ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ മാം, താങ്ക് യു. അപ്പൊ അതിന്റെ പേരാലോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിന്റെ പേരാ ഇതിന് ചോദിക്കാനുണ്ടോ? ഇല്ല മിസ്, പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഇല്ല. മിസ് ഒരു മിനിറ്റ്, ഈ എക്സാം എത്ര മിനിറ്റ് ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എക്സാം എത്ര മിനിറ്റ് ഉണ്ടാവും? ഇപ്പോ ഒരു 3 hours ആണ്. 3 hours, I think 3 hours ആണ്. ഇപ്പോ 1 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഒരു 3 അല്ല 2 hours ആയിരിക്കും. 2 hours ഒക്കെ ആയിരിക്കും. 1 മണിക്കാണെങ്കിൽ ഒരു 3 മണി വരെ എക്സാം ഉണ്ടാകും. അങ്ങനെയാണ്. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണോ മാം? 100 മാർക്സിന്റെ ഇംഗ്ലീഷിനാണെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 2 മാർക്സ് വെച്ചിട്ട് 50 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 100 മാർക്സ്. ഓക്കെ, ഓക്കെ മാം. ഓക്കെ മാം. സോ നമുക്ക് അതിന്റെ ചെയ്യാം. ഓക്കെ, ഓക്കെ മാം. ഓക്കെ മാം. ഉണ്ടോ? താങ്ക് യു. ഇല്ലല്ലോ. Okay, thank you all. See you on the next class. Okay, bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Hello. Yeah. കേൾക്കുന്നുണ്ടോ റിഷാന? മിസ് കേൾക്കുന്നുണ്ട്, പറഞ്ഞോളെ. ആരോട് പോവില്ലെന്ന് പറയണേ, വെയിറ്റ് ചെയ്യാൻ പറയണേ.
സാറിന്റെ ക്ലാസ് ഓക്കെ ഓക്കെ.